കഴിഞ്ഞ 48 മണിക്കൂറിനിടയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ചില നിർണായക നീക്കങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, നമ്മുടെ ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ബീജിംഗിലെത്തി ചൈനയുടെ വിദേശകാര്യമന്ത്രിയുമായി നിർണായക ചർച്ച തുടങ്ങി എന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയാണ്. ഈ ഒരു വാർത്തയ്ക്ക് ഔദ്യോഗികമായ ഒരു വിശദീകരണം തരുന്നത് ഇത് 23ാമത്തെ SR മീറ്റിങ്ങിനാണ് അജിത് ഡോവൽ ബീജിംഗിൽ എത്തിയതെന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ നിലവിലത്തെ സാഹചര്യം നമുക്കറിയാം. ബംഗ്ലാദേശ് വലിയ കലാപകലുഷിതമാകുന്നു. ഇന്ത്യക്കെതിരെ പോലും വലിയ ഭീഷണി ഉയർത്തുന്നൊരു സാഹചര്യം. മ്യാൻമാറുമായി ബംഗ്ലാദേശ് അതിർത്തിയിൽ പൊട്ടിപ്പുറപ്പെട്ട സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുന്നു. ബംഗ്ലാദേശിൻ്റെ അതിർത്തി കടന്ന് അരക്കൻ ആർമി ബംഗ്ലാദേശിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന് പിന്തുണ നൽകുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ച വലിയ പ്രാധാന്യം തന്നെ അർഹിക്കുന്നു. ചൈന ഇത് സംബന്ധിച്ച് നൽകിയിരിക്കുന്ന ഔദ്യോഗിക വിശദീകരണം ഇനി ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. വളരെ ആശാവഹമായി തന്നെയുള്ളൊരു മീറ്റിംഗ് ആയിട്ട് തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അതിനിർണായകവും സങ്കീർണവുമായ അതിർത്തി പ്രശ്നങ്ങൾ ഇന്ത്യയും ചൈനയും ചേർന്ന് പരിഹരിച്ചിരുന്നു. അതിന് തൊട്ടു പിന്നാലെ നടന്നതെല്ലാം മിന്നൽ നീക്കങ്ങൾ തന്നെയായിരുന്നു. വളരെ ദ്രുതഗതിയിൽ ഇരു വിഭാഗത്തിലുമുള്ള സൈനികർ അതിർത്തിയിൽ നിന്ന് പിന്മാറ്റം ആരംഭിച്ചിരുന്നു. 2020 തുടങ്ങിയ സംഘർഷം വലിയ രീതിയിൽ പെട്ടെന്ന് അയവ് വരികയും ചെയ്തിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ. ഒരു നിർണായക നീക്കം തന്നെ എന്ന് പറയേണ്ടി വരും അജിത് ഡോവലിൻ്റെ മിന്നൽ സന്ദർശനം എന്നാണ് ചില മാധ്യമങ്ങളുടെ തലക്കെട്ട് തന്നെ. മുസ്ലിം മലയാളം.